മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. സന്ദീപ് വാര്യരെ എടുത്തിട്ട് അലക്കുകയാണല്ലോ ഗണേഷ് കുമാർ. മണ്ടയ്ക്ക് തന്നെ കൊട്ടേട്ടുണ്ട്. തന്തയെ വിളിച്ചവന്റെ ഒപ്പം പോലും എന്നത് ഉൾപ്പെടെ എടുത്തു പറഞ്ഞ് എടുത്തങ്ങ് അലക്കി വിട്ടിട്ടുണ്ട്. ഗണേഷ് കുമാർ മാത്രല്ല, സന്ദീപ് വചസ്പതിയും രംഗത്തെത്തിയിട്ടുണ്ട്. നല്ല ഒന്നാന്തരം തട്ട് തന്നെയാണ് സന്ദീപ് വചസ്പതി ഈ സന്ദീപ് വാര്യർക്കിട്ട് കൊടുത്തിട്ടുള്ളത്. സന്ദീപ് വചസ്പതിയുടെ അടികെട്ട് ശൂന്യാകാശത്തിലേക്ക് പറന്നു എന്നാ കേൾക്കുന്നത്. നമുക്ക് ഏതായാലും രണ്ടുപേരും സന്ദീപ് വാര്യരെ എടുത്തിട്ട് അലക്കിയതൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ ഗണേഷ് കുമാർ എന്താണ് പറയുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വളരെ മോശമായി അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നവന്മാർ ഇവിടെ വന്ന് തോളി കൈയിട്ടേച്ച് പറയുന്ന കാര്യങ്ങൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. ഇവനൊന്നും ഒരു ക്വാളിറ്റി ഇല്ല. എന്താണ് ഈ BJP കാരൻ കോൺഗ്രസിൽ ചേരാൻ കാര്യം? അവന് സീറ്റ് കിട്ടാത്തതിന്റെ ദണ്ണം. BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പാലക്കാട് അവസരം കൊടുക്കാത്തത് കൊണ്ട് BJPയും RSSും വിട്ട് അയാൾ കോൺഗ്രസിൽ ചേർന്നു. കാരണം അതേ സ്റ്റാൻഡേർഡേ ഉള്ളൂ. ആദർശമാണ് മുന്നിലെങ്കിൽ അയാൾ BJP വിടാൻ പാടില്ല. വീട്ടേച്ച് വീട്ടിയിരിക്കണം. ഏതാ ആദർശമാണ്. അപ്പൊ ആദർശമല്ല, അവസരത്തിന് വേണ്ടിയാണ് ചാടിയത്. അപ്പുറത്ത് അവസരം ഇല്ലാത്തതുകൊണ്ട് ഇപ്പുറത്ത് ചാടിയാൽ അവസരം കിട്ടും. പാവം ചാടിയത് കടലിലേക്കാണെന്ന് അറിയുന്നില്ല. കോൺഗ്രസിൽ ചേർന്ന സീറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരു മണ്ടൻ ഈ ലോകത്ത് അയാളല്ലാതെ ഒരാളും കാണത്തില്ല. കാരണം ഉള്ളവനെ ഇരിക്കാൻ ഇരിപ്പിടമില്ല. ഏതാ അടിയോടടിയാ. ഇന്നലെ തന്നെ TV കാണിച്ചു, കോൺഗ്രസിന്റെ കമ്മിറ്റി വരുന്നു, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി, മെഗാ കമ്മിറ്റിയാണെന്നാ പറഞ്ഞത്. ഒരു ജില്ലയിൽ 150 പേരും 200 പേരും ഉള്ള കമ്മിറ്റി ഉണ്ടാക്കാൻ പോകുന്നതാണ്. ഏതാണ്ട് 60 വൈസ് പ്രസിഡന്റും എങ്ങാണ്ടാ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് അതിനകത്തേക്കാണ് ആഗ്രഹം കൊണ്ട് കടലിൽ ചാടിയിരിക്കുകയാണ്. നടുകടലിലേക്ക് എടുത്തു ചാടി. BJPയിൽ നിന്നും കോൺഗ്രസിലേക്ക് നടുകടലിലേക്ക് എടുത്തു ചാടി. ചാനലിൽ പറഞ്ഞ കണക്കിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്തയ്ക്ക് വിളിച്ചവന്മാർ രണ്ടും കൂടി തോളി കയറ്റേച്ച് പത്തനാപുരത്ത് വന്ന് വെട്ടിക്കവലേക്ക് വന്നതായിട്ട് പറഞ്ഞു. പക്ഷെ ഒന്നും മനസ്സിലായില്ല. ആരോടാ പറയുന്നറിയാമോ? കുഞ്ഞുങ്ങളോട്. ഇവനൊക്കെ ചൂലെടുത്ത് അടി കൊടുക്കണം. എന്തെന്നറിയാം? ഇവനൊക്കെ ചൂലെടുത്ത് അടി കൊടുക്കണം. വെട്ടിക്കവലയിൽ വന്നിട്ട് യവന്മാരെ പരിപാടി വെച്ച്. എന്തോ പരിപാടി എന്നറിയാം? ഒഴിക്കുന്ന സുരേഷിന്റെ പണം വെച്ച്. അദ്ദേഹം വന്നില്ല. യവന്മാരെ പരിപാടി, 2 അളിയന്മാരും കൂടെ വന്നേ ചെയ്ത പരിപാടി, കുഞ്ഞുങ്ങൾക്കെല്ലാം +2-ന് A+ കിട്ടിയ കുഞ്ഞുങ്ങൾക്കെല്ലാം അവാർഡ് കൊടുക്കും പരിപാടിയാ. കുഞ്ഞുങ്ങളും രക്ഷകർത്താക്കളും നിറച്ചിരിക്കുക. അവരെ മൊമെന്റോ വാങ്ങിച്ച് അവരെ അഭിനന്ദിച്ച് വിടുന്നതിന് പകരം അവിടെ ഗണേഷ് കുമാറിനെതിരായിട്ട് അളിഞ്ഞ രാഷ്ട്രീയം പറയണേ ഇവന്മാർ രണ്ടും കൂടെ. ഇവനെ ചൂലെടുത്തടിക്കണ്ടേ? യാതൊരു രാഷ്ട്രീയമില്ലാത്ത ഈ വക കാര്യങ്ങളൊന്നും അറിയാത്ത പഠിക്കാൻ മിടുക്കരായ ആൺകുട്ടികളും പെൺകുട്ടികളും വെട്ടിക്കവലയില് വിളിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം എല്ലാ രക്ഷകർത്താക്കളും കുഞ്ഞുങ്ങളെ കൊണ്ട് എന്റെ കുഞ്ഞിന് നല്ല മാർക്ക് വാങ്ങി ജയിച്ചതിന് കിട്ടുന്ന ഒരു ആദരവ് അത് സ്വീകരിക്കാൻ സന്തോഷത്തോടെ എത്തുമ്പോൾ ആ കുഞ്ഞുങ്ങളെയും രക്ഷകർത്താക്കളെയും മുമ്പിലിരുത്ത്. സദസ്സിലിരിക്കാൻ വേറെ ആളില്ല. ഈ കുഞ്ഞുങ്ങളെ ഇരുത്തിയിട്ട് തെമ്മാടി രാഷ്ട്രീയം പറയാണ്. തെമ്മാടി രാഷ്ട്രീയം ഇല്ലാത്ത കള്ളങ്ങളും ഇവരെയൊക്കെ ചൂലെടുത്തടിക്കണ്ടേ? വേറെ സാധനത്തിൽ അമേദ്യത്തിൽ മുഖ്യ ചൂല് വെച്ചാണ് അടിക്കേണ്ടത്, വെറും ചൂല് വെച്ചല്ല. നാണമില്ലാത്തവരോട് എന്ത് പറയാൻ? നിങ്ങൾ കേട്ടില്ലേ? ചൂലെടുത്ത്, അമേദ്യത്തിൽ മുക്കിയ ചൂലെടുത്ത് സന്ദീപ് വാര്യരെ ഓടിക്കണമെന്ന ഗണേഷ് കുമാർ പറയുന്നത്. ഗണേഷ് കുമാറിന്റെ പത്തനാപുരത്ത് പോയിട്ടൊന്ന് ചൊറിഞ്ഞതാ. ഈ കോൺഗ്രസിനുള്ള ഒരു സ്ഥിരം പരിപാടി, ഒരു അവാർഡ് ഇങ്ങോട്ട് സംഘടിപ്പിക്കൂ. അപ്പോൾ കുട്ടികൾ ഏത് പാർട്ടിക്കാരാണെങ്കിലും തൻ്റെ മക്കൾക്ക് കിട്ടുന്ന ഒരു കേസിന്, തൻ്റെ മക്കൾക്ക് കിട്ടുന്ന ഒരു പുരസ്കാരം, അവാർഡ്, ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് എന്തായാലും വരും. അപ്പോൾ നെറികെട്ട രാഷ്ട്രീയം അങ്ങ് വിളിച്ചു പറയാ. അത് ഗണേഷ് കുമാറിനൊന്ന് ചൊറിഞ്ഞതാ. നന്നായിട്ട് അങ്ങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ പരസ്പരം തന്തയെ വിളിച്ചവർ എന്ന് പറഞ്ഞത് വ്യക്തമായില്ലേ? ജ്യോതി ചാമക്കാലയും ഈ പറയുന്ന സന്ദീപ് വാര്യരും ഇവർ തമ്മിൽ തന്തവിളിയൊക്കെ നടത്തിയത് കേരളത്തിൽ വൈറലാണല്ലോ. ഒരു ആദർശവുമില്ല, ഒരു തേങ്ങയില്ല, ഒരു ചൊക്കുമില്ല, ഒരു ഉണ്ണാമ്പിനും കൊള്ളില്ല ഈ സന്ദീപ് വാര്യർ എന്ന് ഗണേഷ് കുമാറാണ് വിളിച്ചു പറയുന്നത്. ഇത് മാത്രല്ല, സന്ദീപ് വാര്യർക്ക് നല്ല സമയമാണെന്ന് തോന്നുന്നു. നമുക്കറിയാം, വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ നമ്മുടെ യൂണിവേഴ്സിറ്റികൾക്കൊക്കെ തന്നെ സർക്കുലർ ഇറക്കിയിരുന്നു. അതിനെതിരെ ഇപ്പോൾ വലിയ വാദങ്ങളും പ്രതിവാദങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ തന്നെ സന്ദീപ് വാര്യർ രംഗത്തെത്തിയിട്ട് സന്ദീപ് വാര്യർ എന്തൊക്കെ മണ്ടത്തരങ്ങളാണെന്ന് പറയുന്നത്. വേദനയുള്ള മുറിവുകളെ കുറിച്ച് നമ്മൾ ആചരിക്കണോ എന്ന് ഇതിനെ ഈ ന്യൂസ് 8 ചർച്ച ഇങ്ങനെ നടക്കുക. അതിന് സന്ദീപ് വചസ്പതി കൃത്യമായിട്ടൊക്കെ പറഞ്ഞു കൊടുത്ത് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് പിന്നെ ചർച്ച ചെയ്യണോ, ഭഗത് സിംഗ്, അങ്ങനെ ഓരോന്നും എടുത്തങ്ങ് ചോദിച്ചതോട് കൂടിയിട്ട് അതങ്ങ് നിന്നിട്ടുണ്ട്. സന്ദീപ് വചസ്പതി വളരെ വ്യക്തമായിട്ടാണ് ഈ സന്ദീപ് വാര്യർക്ക് ഓരോന്നിനും മറുപടി കൊടുത്തത്. വളരെ ലളിതമായിട്ടൊരു ചോദ്യം ചോദിക്കാണ്ട്, ഈ ക്യാമ്പസുകളിൽ ഇത്തരം ഒരു ദിനം ആചരിക്കുമ്പോൾ എന്താണ് അവിടെ ഉണ്ടാവുക? ചർച്ചകളല്ലേ, അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ?
ഇവരല്ലേ നിരന്തരം അഭിപ്രായ സ്വാതന്ത്ര്യം പറയുന്ന ആളുകൾ? പിന്നെ എന്തുകൊണ്ടാണ് വിഭജന ഭീതി ദിനമൊക്കെ ആചരിച്ചാൽ എന്താണ് ഇവിടെ പ്രശ്നം? ചർച്ച ചെയ്യണ്ടേ? ഈ രാജ്യത്ത് നടന്നൊരു വിഷയല്ലേ? ഈ രാജ്യം മതത്തിന്റെ പേരിൽ വെട്ട് കയറി മുറിച്ചു പോയവർ തന്നെയാ പാകിസ്ഥാനികള്. അതിലൊരു തർക്കമില്ല, അതാർക്കും അതിലൊരു എതിരഭിപ്രായമില്ല. അത്തരം മതത്തിന്റെ പേരിൽ പോയവരെ സാധാരണ മുസ്ലിങ്ങൾ പോലും തള്ളിക്കളയാ. പിന്നെ ഈ സന്ദീപൊക്കെ എന്താണ് ഇവിടെ വിളിച്ചു പറഞ്ഞു വലിയ രീതിയിൽ ആരെയാ സുഖിപ്പിക്കുന്നത്? സന്ദീപൊക്കെ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാരെ ജിഹാദികൾ, അത് ചർച്ച പോലും ആവരുത് എന്ന്. ഏത് നമ്മുടെ രാജ്യത്ത് നിന്ന് വെട്ടിക്കേറിപ്പോയിട്ടുള്ള ആ വിഭജന ഭീതിയുടെ ദിനം അതൊരിക്കലും മറക്കരുത്, അത് ആചരിക്കണം, അത് ചർച്ച ചെയ്യണം. അത് യൂണിവേഴ്സിറ്റികളിൽ പ്രത്യേകിച്ച് ചർച്ച ചെയ്തേ പറ്റൂ. കാരണം എന്താ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ നമ്മുടെ പുതുതലമുറ ചർച്ച ചെയ്യട്ടെ ഇത്തരം വിഷയങ്ങള്, അഭിപ്രായ പ്രകടനങ്ങൾ നടക്കട്ടെ. ഇനിയും ഇതുപോലൊരു വിഭജനം നമ്മുടെ രാജ്യത്ത് നടന്നുകൂടാ. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണം. മുറിവുകളെ കുറിച്ച് എന്തിനാ ചർച്ച ചെയ്യുന്നതെന്നാ സന്ദീപ് വാര്യർ ഒരു ഉളുപ്പില്ലാതെ, ഒരു ബോധമോ ഒരു ബുദ്ധിയില്ലാതെ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പോലും ഒരുപാട് ആളുകൾ ജീവൻ പോലും ത്യജിച്ചിട്ടല്ലേ, വലിയ വേദന ഉണ്ടായിട്ടല്ലേ? ആഘോഷം മാത്രമല്ല ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി രാജ്യത്തിന് വേണ്ടി വീരമൃത്യു വരിച്ചതാ. അതൊക്കെ തന്നെ മുറിവുകൾ കൂടിയാണ്. ഒരു അടിസ്ഥാനവും ഇല്ലാതെ തോന്നിയതാണ് ഈ സന്ദീപ് വാര്യരൊക്കെ ഈ വിഭജന ഭീതി ദിനം ആചരിക്കരുത്. ഇവരൊക്കെ തന്നെയാ വലിയ അഭിപ്രായ സ്വാതന്ത്ര്യം പറഞ്ഞ് രംഗത്ത് വരാറുള്ളത്. എന്നാൽ ഒരു യഥാർത്ഥ സംഭവം നടന്നതുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികളിൽ ചർച്ച നടക്കട്ടെ, അതിനൊരു ദിനം ആചരിക്കട്ടെ എന്ന് പറയുമ്പോൾ അതിന് ശക്തമായി എതിർക്കും. പിന്നെ ഇവർ എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചാ ഈ പറയുന്നത്? പിന്നെ എന്ത് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവർ നിരന്തരം ഇവിടെ ശബ്ദിക്കാറുള്ളത്? ഇവർക്കൊക്കെ ഇവരുടെ ഭാഗത്ത് ഇവർക്ക് ഇഷ്ടമുള്ളത് മാത്രം പറയുന്നതിനെയാണ് ഇവർ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഇവിടെ സകലതിനെ കുറിച്ചുമുള്ള ചർച്ചകൾ നടക്കട്ടെ. ഈ ചർച്ചക്കിടയിലും നെറികേട് വിളിച്ചു പറഞ്ഞ് സന്ദീപ് വാര്യർ രംഗത്തെ സന്ദീപ് വചസ്പതി പറയുന്നത് വളരെ കൃത്യമായിട്ട് സന്ദീപിന്റെ തലമണ്ടക്ക് തന്നെ അടി കിട്ടിക്കൊണ്ടിരിക്കുമ്പോ കയ്യിൽ നിന്ന് പോയി ഒന്നുമില്ല പറയാൻ. എന്തു പറഞ്ഞിട്ട് സന്ദീപ് വാചസ്പതി ഇതിന് കൃത്യമായിട്ട് മറുപടിയാ. ചർച്ച നടക്കട്ടെ, ക്യാമ്പസുകളല്ലേ ചർച്ച നടക്കട്ടെ, അതിനെന്താ പ്രശ്നം? ഇവിടെ ഒരു മതത്തിനല്ല പറയുന്നത്, ഈ രാജ്യത്ത് നടന്ന ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ചാണ് പറയുന്നത് എന്നത് ഉൾപ്പെടെ സന്ദീപ് വാചസ്പതി നിരന്തരം പറഞ്ഞ സമയത്ത് മറുപടി കിട്ടാഞ്ഞിട്ട് ഉളുപ്പില്ലാതെ സന്ദീപ് വചസ്പതിയെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ചു. ജോലി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തോന്നിയത് വിളിച്ചു പറഞ്ഞു. അതിന് മറുപടിയുമായിട്ട് സന്ദീപ് വചസ്പതി രംഗത്തെത്തിയിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. അതേടാ, ജോലി രാജിവെച്ച ശേഷം സംഘടന നൽകിയ പണം ഉപയോഗിച്ച് കുടുംബം പുലർത്തിയിട്ടുണ്ട്. അല്ലാതെ സുഡാപ്പികൾ മലദ്വാരത്തിൽ കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് പോയവനല്ല ഞാൻ. എന്റെ പ്രസ്ഥാനം എന്റെ അഭിമാനം എന്നാണ് സന്ദീപ് വാര്യർക്ക് മറുപടി കൊടുത്തിട്ടുള്ളത്. സന്ദീപ് വാര്യർ ഉളുപ്പില്ലാതെ സംഘടനാ പ്രവർത്തനത്തിന് ക്യാഷ് വാങ്ങി എന്നൊക്കെ പറഞ്ഞതിന് സന്ദീപ് വാര്യരുടെ മണ്ടക്ക് തന്നെ കൊട്ടിക്കൊണ്ട സന്ദീപ് വചസ്പതി ഇപ്പൊ മറുപടി കൊടുത്തിട്ടുള്ളത്. ഏതായാലും സന്ദീപ് വാര്യർ എന്തിനാണ് കോൺഗ്രസിലേക്ക് പോയത് എന്ന് ഗണേഷ് കുമാർ പറഞ്ഞു. സന്ദീപ് വചസ്പതിയും പറയുന്നു എന്താണ് ഇവരൊക്കെ ലക്ഷ്യം വെച്ചത്. ഇതൊക്കെ തന്നെ കേരള പൊതുസമൂഹം വിലയിരുത്തുക.